ആളുകളും നല്ല മര്യാദകൾ എന്ന് പറയുമ്പോൾ അവർ ധരിക്കുക അവൻ വളർന്ന നാട്ടിലുള്ള മര്യാദ, അതാണ് അവന്റെ അടുക്കൽ ഏറ്റവും നല്ല മര്യാദ. അതിനു വിരുദ്ധമായി ആരെങ്കിലും പെരുമാറിയാൽ അവന്റെ ധാരണ അതൊക്കെ മോശം പെരുമാറ്റമാണ് എന്നാണ്. എന്ന് ചില ആളുകൾ ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, ഇന്ന നാട്ടുകാർ പോരാ, ഇന്ന നാട്ടുകാർ ശരിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സഹോദര, അദബ് പഠിക്കുമ്പോൾ, സ്വഭാവം പഠിക്കുമ്പോൾ സലഫികളായ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മീസാനുൽ അക്ബർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് അൽ മീസാനുൽ അക്ബർ, ഏറ്റവും വലിയ അളവുകോൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫഅലൈഹി തുഅറദുൽ അഷ്യാ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അതിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. നിന്റെ നാട്ടിലെ മര്യാദ, നിന്റെ നാട്ടിലെ സംസ്കാരം, നിന്റെ കൂട്ടുകാരുടെ സംസ്കാരം, ഇതൊന്നുമല്ല നല്ല സ്വഭാവത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാന ഘടകം. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണോ അതാണ് ഏറ്റവും നല്ല സ്വഭാവം. ചില ആളുകൾ അവർ തീരെ ദേഷ്യം പിടിക്കാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ദേഷ്യം പിടിക്കേണ്ട സന്ദർഭങ്ങളിൽ ദേഷ്യം പിടിക്കുക എന്നതാണ് നല്ല സ്വഭാവം. വേറെ ചില ആളുകൾ എപ്പോഴും ദേഷ്യം പിടിച്ചുകൊണ്ടാണ്. എന്നിട്ട് അവർ പറയും, ഇതാണ് പൗരുഷം, ഇതാണ് ശരിയായ സ്വഭാവം, ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ധൈര്യമുള്ളവർ എന്നൊക്കെ പറയും. അല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദേഷ്യം നിയന്ത്രിച്ച, അവിടുന്ന് ദേഷ്യം നിയന്ത്രിക്കുന്നതിന് പ്രോത്സാഹനം നൽകി അനേകം ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാർഗം അതാണ് സ്വഭാവത്തെ വേർതിരിക്കാനുള്ള അടിസ്ഥാനപരമായ വഴി. ചില ആളുകൾ വല്ലാതെ വിനയമുള്ള ആളുകളാണ്. അവർ വിനയം അങ്ങേയറ്റമായി പോയി അതിൽ അതിരി കവിഞ്ഞത് കാരണത്താൽ ചിലപ്പോൾ അപമാനകരമായ അവസ്ഥകളിൽ വരെ ഒന്നും മിണ്ടുകയില്ല. അങ്ങനെ വിനയം തീർത്തും അതിരി കവിഞ്ഞ അവസാനം ആളുകൾക്കിടയിൽ വിലയില്ലാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് അങ്ങേയറ്റം വിനയമുള്ളവരായിരുന്നു. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്ഥാനവും ആദരവും ഉള്ളവരായിരുന്നു. അദബ് പഠിക്കാനുള്ള അടിസ്ഥാന അളവുകോൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാർഗമാണ്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫഅലൈഹി തുഅറദുൽ അഷ്യാ അലാ ഖുലുഖിഹി വസിറതിഹി വഹദിഹി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നീ നോക്കുക, അവിടുത്തെ ചരിത്രം നീ പഠിക്കുക, അവിടുത്തെ ജീവിതചര്യ നീ മനസ്സിലാക്കുക. ആ മാർഗത്തോട് യോജിച്ചത് അതാണ് ശരിയായ മാർഗം. ആ മാർഗത്തോട് വിരുദ്ധമായത് അത് എത്ര ഭംഗിയുള്ളതാണെന്ന് നിനക്ക് തോന്നിയാലും അത് ശരിയായ മാർഗമല്ല. ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്ന പേരിൽ ആളുകൾ കൊണ്ടുവന്ന് പാശ്ചാത്യരുടെ മാർഗങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ തലയിൽ തോന്നുന്ന വഴികൾ, അത് വിജയത്തിന്റെ മാർഗങ്ങൾ, വിജയത്തിന്റെ സ്റ്റെപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. ചിലതൊക്കെ തനിച്ച അഹങ്കാരമാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ജനങ്ങൾക്ക് അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ അവരുടെ തലയിൽ കെട്ടിവെക്കുകയും അവരെ വിവരമില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്ന ഇത്തരം ക്ലാസുകളുണ്ട്. അപ്പോൾ സഹോദര, ഇതൊന്നുമല്ല ഇത്തരം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകളിലെ ട്രെയിനർമാർ നിശ്ചയിക്കുന്ന സ്വഭാവമല്ല ശരിയായ സ്വഭാവം. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സ്വഭാവമാണ് ശരിയായ സ്വഭാവം.